to Marwa's Little Hearts. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഇന്ന് നമ്മൾ ബ്രെഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടേസ്റ്റി ആൻഡ് ബ്യൂട്ടിഫുൾ സ്ട്രോബെറി കേക്ക് ആണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ട് ഓവൻ വേണ്ട, ശരിക്കും ഗ്യാസിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ ജെല്ലാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് യൂസ് ചെയ്തതെന്ന് മാത്രം. ഈ ജെല്ലിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ കേക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ഈ കേക്ക് ശരിക്കും ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ നല്ല ഒരു സുന്ദരി കേക്കിന് കിട്ടും. ഈ പ്ലേറ്റിലാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് 12 പീസ് ബ്രെഡ് വേണം. ഇതിൻ്റെ 4 സൈഡ് ബ്രൗൺ കളർ നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം. ഇതിലേക്ക് വൈറ്റ് മാത്രം മതി. ഞാനിപ്പോൾ ഇതിലേക്ക് സ്ട്രോബെറി ഫ്ലേവറാണ് ബ്രെഡിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് തേക്കുന്നതിന് പകരം സ്ട്രോബെറി ഫ്ലേവറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മാംഗോ ഫ്ലേവറോ അല്ലെങ്കിൽ ഓറഞ്ചോ ഏത് ഫ്ലേവർ വേണമെങ്കിലും, ഏത് ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ വേണമെങ്കിലും, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓരോ ഫ്ലേവർ ചേർത്താൽ അത് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. ഇതേപോലെ 4 സൈഡും കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് വേണ്ടത്. ഞാനൊരു 12-13 സ്ട്രോബെറിയോളം എടുത്തിട്ടോ. നല്ല വലിയ സ്ട്രോബെറി ആയിരുന്നു. അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട്, അതിൻ്റെ ഒരു കഷ്ണം പോലും ഇല്ലാണ്ട് നല്ലതായിട്ട് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ്. എൻ്റെ അടുത്തുള്ള മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണെങ്കിൽ അതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്തെടുക്കാം. 3 ലെയർ കേക്കാണ് കേട്ടോ ഞാൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 4 ബ്രെഡ് പീസ് എടുത്തിട്ട് ഒരു ലെയർ ആക്കിയിട്ടെടുക്കാം. 4 പീസ് ബ്രെഡ് വെച്ചതിന് ശേഷം ഞാനിത് ക്രീം പരട്ടിയത് കുറച്ച് അവിടെ സ്ഥലം ബാക്കി വന്നത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സ്ട്രോബെറി സിറപ്പാണ്. ഞാൻ ഈ സ്ട്രോബെറി സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ നേരത്തെ അരച്ച സ്ട്രോബെറി ഉണ്ടല്ലോ, അതിന് കുറച്ച് സ്ട്രോബെറി ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇത് ബ്രെഡിൻ്റെ മുകളിലൊക്കെ പരട്ടി കൊടുത്തിട്ട് നേരത്തെ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ചെടുക്കുക. അടുത്ത ലെയറിലും ഇതേപോലെ തന്നെ സ്ട്രോബെറി സിറപ്പ് തേക്കുക, അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേക്കുക, എന്നിട്ട് അടുത്ത ലെയർ വെച്ചെടുക്കുക. ഇത് നമ്മുടെ 3ാമത്തെ ലെയറിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അതിനെ ഒന്ന് ശരിയാക്കിയിട്ടെടുക്കാം. 4 ലെയറിലും വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് അതിനെ എങ്ങനെ കോപ്പിച്ച് വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ആക്കിയതിന് ശേഷം നമുക്ക് സ്ട്രോബെറി ജെല്ലാക്കണമല്ലോ, ആ സ്ട്രോബെറി ജെല്ല് ഉണ്ടാക്കി അത് ചൂടാറുന്നവരേക്കും നമുക്ക് ഈ കേക്കിനെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ബ്രെഡും വിപ്പിംഗ് ക്രീമും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നമുക്ക് സ്ട്രോബെറി ജെല്ല് ഉണ്ടാക്കണം. സ്ട്രോബെറി ജെല്ലിലേക്ക് വേണ്ടിയിട്ട് നേരത്തെ അരച്ച് സ്ട്രോബെറി ജ്യൂസിൽ അരക്കപ്പ് സ്ട്രോബെറി ജ്യൂസിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ കോൺഫ്ലോർ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ മിക്സ് ചെയ്ത സ്ട്രോബെറി ജ്യൂസ് അതിലേക്ക് ഒഴിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിന് കുറുക്കിയെടുക്കുക. ഞാനിതിലേക്ക് കളേഴ്സൊന്നും വേറെ ചേർത്തിട്ടില്ല കേട്ടോ. ഇത് സ്ട്രോബെറിൻ്റെ കളർ തന്നെയാണ്. നമുക്ക് തന്നെ ജെല്ലൊക്കെ വീട്ടിൽ തന്നെ ഇത് അതേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഇതാ നമ്മുടെ ജെല്ല് ഇതാ റെഡിയായി. ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്കിലേക്ക് റെഡിയാക്കിയിട്ട് കൊടുക്കാം. നേരത്തെ വിപ്പിംഗ് ക്രീം ചെയ്ത് വെച്ചില്ലേ, അതിൽ തന്നെ കുറച്ചെടുത്തിട്ട് ജസ്റ്റ് നമ്മളോട് കഴിയുന്ന രീതിയിലൊക്കെ ചെറുങ്ങനെ ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്.
നമ്മളുണ്ടാക്കിയ ജെല്ല് ഇതാ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇതാ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്ട്രോബെറീസ് ഫ്ലവർ പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പീസസ് ആയി കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്തു. നിങ്ങൾ അതുപോലെ ചെയ്തു. പിന്നെ ഇത് കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടേസ്റ്റിങ്ങും ബ്യൂട്ടിഫുള്ളും ഗുഡാണ്. പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ ഉമ്മനോട് അത് എൻ്റെ പേര് എഴുതാൻ. ഞാൻ മറവ ഇങ്ങനെ എഴുതാൻ പറഞ്ഞു. നല്ല കേഴ്സീവ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇത്. ഞാൻ അതിന് ഇങ്ങനെ നക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു നെക്സ്റ്റ് ടൈം.